ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വളരെ സങ്കടകരമായ ഒരു ദിവസമാണെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൽ നമുക്ക് നമ്മുടേതായ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇന്ന് പതിവ് പോലെ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കഥ പറയുന്നത് ശ്രീകുമാരി അമ്മ, തിരുവനന്തപുരം സ്വദേശിയാണ്. റിട്ടയർഡ് ഡെപ്യൂട്ടി മാനേജർ KSFE. അതുപോലെ തന്നെ ഒത്തിരിയും ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് മോട്ടിവേഷൻ, കോവിഡിന് ശേഷം അനേകം ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കഥയും അതുപോലെ കലാപരമായ തലങ്ങളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. സോ ഇന്ന് കഥ പറയാൻ എത്തിയിരിക്കുന്ന ശ്രീകുമാരി മാമയെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും. ശ്രീകുമാരി അമ്മ, മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് ഈ വേദിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന സാബു സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. കൂടാതെ ഇവിടെ എന്നെ കേൾക്കാനെത്തിയ മാന്യ വ്യക്തികൾക്ക് സ്വാഗതം, സുസ്വാഗതം. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ, ഞാൻ ശ്രീകുമാരി ഫ്രം ട്രിവാൻഡ്രം, റിട്ടയർഡ് ഡെപ്യൂട്ടി മാനേജർ ഫ്രം KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ മുക്കിനും മൂലയ്ക്കും എല്ലായിടത്തും KSFE ഉണ്ട്. പണ്ടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഒരു വേദിയിൽ വന്ന് നിന്ന് അവതരിപ്പിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചതിന് ഞാൻ ഈശ്വരനോടും നന്ദി പറയുകയാണ്. കഥയിലുമുണ്ടൊരു കാര്യം. ഞാനൊരു കഥ പറയാം. ഒരു സൂര്യനന്ദിനി എന്ന തൂലികാനാമത്താൽ അറിയപ്പെടുന്ന ഉദയകുമാർ ദർപ്പണം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഏവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഥാകാരി അധ്യാപന വൃത്തിയുടെ ഇടവേളകളിൽ കിട്ടുന്ന സന്ദർഭത്തിലാണ് കഥകൾ തന്റെ തൂലികത്തുമ്പിലൂടെ നിർവഹിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയാണ് സ്വദേശം. ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ധാരാളം കവിതകളും കഥകളും രചിക്കാറുണ്ട്. ദർപ്പണം എന്ന ഈ കഥാസമാഹാരത്തിൽ പ്രതിഫലിക്കുന്നത് സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെയാണ്. കർണികാരം പൂക്കുന്ന വഴിയിൽ, അതാണ് എൻ്റെ കഥ. അതിൽ ആ കഥയാണ് എന്നെ ആകർഷിച്ചത്. പ്രണയത്തിനും പ്രേമത്തിനും ഒക്കെ അപ്പുറം ചില ദിവ്യമായ ഒരു അദൃശ്യ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരു വലിയ സന്ദേശം കഥയിലൂടെ നമുക്ക് നൽകുകയാണ് കഥാകാരി. തികഞ്ഞ സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷമാണ് കഥയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. നമുക്കിനി സൗഹൃദത്തിലൂടെ ഒരു 2 മിനിറ്റ് കണ്ണടച്ചിരുന്നാലോ? ഇന്നത്തെ എല്ലാ പ്രയാസങ്ങളും മാറും. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു മനോഹരമായ പൂന്തോട്ടത്തിലേക്ക്, നമുക്കെല്ലാം മറക്കാൻ വേണ്ടി ഒരു പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 1 മിനിറ്റ് കണ്ണടച്ച് ആ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. തികഞ്ഞ ശാന്തമായ അന്തരീക്ഷം, റെഡ് ലൈറ്റ് ഹൗസ് നടുക്ക് അങ്ങനെ കത്തി ജ്വലിക്കുകയാണ്. എന്തു മനോഹരം! കണ്ണടച്ചിരുന്ന് നമുക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാം. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുകയാണ്. ചുവന്ന ലൈറ്റ്, നിറയെ പൂക്കൾ, നല്ല സൗന്ദര്യമായ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു. ശാന്തമായ അന്തരീക്ഷം. കുറെ പേർ നൃത്തം ചെയ്യുന്നുണ്ട്. മനോഹരമായ പൂന്തോട്ടം, സായം സന്ധ്യ, ചുവന്ന റെഡ് ലൈറ്റ്, നിറയെ പൂക്കൾ. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല സൗന്ദര്യം. നമ്മുടെ മനസ്സിനെ പൂക്കൾ കൊണ്ട് നിറയ്ക്കുക. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ പൂക്കൾ. സൗഹൃദം, സ്നേഹം,
അത് ഇഷ്ടപ്പെടാത്തവരാരാണുള്ളത്? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്നേഹം, സൗഹൃദം, നല്ല സുഹൃത്ത് ബന്ധം. നല്ല സുഹൃത്ത് ബന്ധം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നല്ല സുഹൃത്ത് ബന്ധം ആവശ്യമുള്ളതല്ലേ? എല്ലാവർക്കും വേണം സുഹൃത്ത്. നല്ലൊരു സുഹൃത്ത് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കോളേജ് മേറ്റ്, സ്കൂൾ മേറ്റ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, പിന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിരക്കണക്കിന് ഫ്രണ്ട്സ്. ഇതിനെല്ലാം നല്ല ഉത്തമ സുഹൃത്താക്കി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ലല്ല. നമുക്ക് എല്ലാവരെയും ഉത്തമ സുഹൃത്താക്കി കാണാൻ പറ്റില്ല. അതാണ് നാം കണ്ടുപിടിക്കുക ആരാണ്. പണ്ടൊക്കെ പറയും എന്തോന്നാണ്, ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ട, പിന്നെ ഇംഗ്ലീഷിൽ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഒരു ഉത്തമ സുഹൃത്ത് നമുക്ക് കണ്ടുപിടിക്കും. നമ്മെ ആപത്തിൽ സഹായിക്കുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ്. നമ്മെ ആപത്തിൽ സഹായിക്കുന്നവർ മാത്രമായാണോ നമ്മുടെ ഫ്രണ്ട്? ഇല്ല. നമ്മുടെ ജയാപജയങ്ങൾ നിർണയിക്കുന്നവർ നമ്മുടെ ഫ്രണ്ടായിരിക്കും. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നവരും നമ്മുടെ നന്മകൾ എടുത്തു പറയുകയും ചെയ്യുന്നവരെ നമുക്ക് ഉത്തമ ഫ്രണ്ടായി കാണും. അവർ നമ്മെ ഏത് സന്ദർഭങ്ങളിലും കൈവടിയുകയില്ല. നമ്മുടെ ആപത്തിൽ എപ്പോഴും നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും, ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവർക്ക് ഒരു നിമിഷം പോലും നമ്മെ പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണന്, അർജുനന് ശ്രീകൃഷ്ണൻ എന്ന പോലെ ഒരു ഗുരുനാഥനായ ഒരു ഫ്രണ്ട് ഏവർക്കും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്, നമ്മെ കൈപിടിച്ച് കരകയറ്റുവാൻ. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്, അങ്ങനെയുള്ള 100 പേരുടെ ആവശ്യമൊന്നുമില്ല, ഒരാൾ മതി നമ്മെ സഹായിക്കാൻ. അതാരായാലും ഭർത്താവിന് ഭാര്യയോ, സഹോദരിയോ, അച്ഛനോ അമ്മയോ, അയൽപ്പക്കക്കാരോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ സഹപാഠിയോ, നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ കൂടെ നടക്കുന്നയാളോ, ആരായാലും മതി. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും, അല്ലെ? ഉണ്ടായില്ലേ? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ. ആരും പ്രതികരിക്കുന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറയൂ ഒരുമിച്ച്. അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. അതാണ്, അവരൊരിക്കലും നമ്മോട് പിണങ്ങില്ല, ആപത്തിൽ നമ്മെ കൈവടിയുകയുമില്ല. നമ്മുടെ കഴിവുകളെ അഭിനന്ദിക്കും. നമ്മുടെ നേട്ടങ്ങളിൽ അവർക്ക് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ കണ്ടെത്തുക. അതിൽ ജാതിയോ മതമോ സമ്പത്തോ ഒന്നും പ്രശ്നമാക്കാതെ ഒരു സുഹൃത്തിനെ നാം ചേർത്ത് പിടിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മുടെ വിജയാഹ്ലാദം നാം ആരോടാണ് പങ്കുവയ്ക്കുക? ആ ആൾ ആരായാലും നമ്മെ ഏത് ദുർഘടാവസ്ഥയിലും ഏത് വിഷമാവസ്ഥയിലും കൈവടിയാതെ നമ്മളെ കൂടെ ഒരു നേടി പോലെ പിന്തുടരുന്ന ഒരാളാണ്. അതാരായാലും അങ്ങനെയുള്ള ഒരാളിനെ നാം ഇതുവരെ ഇല്ലെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കുക. ആരായാലും ഒരു നിമിഷം അങ്ങനെയുള്ള ആ സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കൊണ്ടുവരും. സന്തോഷം, അവരുടെ മുഖം, അവരുടെ സംസാരം എല്ലാം ഒരു സെക്കൻഡ്, ഒരു നിമിഷം മനസ്സിലൊന്ന് കൊണ്ടുവരും. ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നില്ലേ ചിന്ത? നിങ്ങളുടെ സ്വാർത്ഥ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മെ വലിച്ചെറിയുകയില്ല. അങ്ങനെ ഒരാളെ കൈപിടിച്ച് നടന്നാൽ നമ്മെ ആരും തന്നെ, അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കൈപിടിച്ച് നടന്നാൽ ആരും തന്നെ നമ്മെ ഒന്നും ചെയ്യില്ല, തോൽപ്പിക്കാൻ. ഒരുത്തർക്കും നമ്മെ തോൽപ്പിക്കാൻ ആവുന്നതല്ല. ഇന്ദ്രനോ ചന്ദ്രനോ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അർജുനൻ ശ്രീകൃഷ്ണന്റെ കൈപിടിച്ച് കുരുക്ഷേത്രത്തിലൂടെ നടന്നില്ലേ? അതുപോലുള്ള ഒരു സുഹൃത്ത്, നമ്മുടെ വിജയത്തെ വിലയിരുത്താനും നമ്മെ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സുഹൃത്ത്, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ ഒരു സുഹൃത്ത്, പ്രതിഫലിച്ച കൂടാതെ നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സുഹൃത്ത്, അതാണ് ആത്മാർത്ഥ സുഹൃത്ത്. അങ്ങനെ ഒരാൾ വേണം നമുക്ക് സുഹൃത്തായിട്ട് ഉണ്ടാകേണ്ടത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ്. എത്ര മനോഹരമാണ് ആ നാളുകൾ. എൻ്റെ നാടാണ് മലകളും പുഴകളും അരുവികളും തെങ്ങൊക്കെ, കേരവൃക്ഷങ്ങളും വാഴത്തോപ്പുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ, നിഷ്കളങ്കരായ മനസ്സുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ, സ്കൂളിലും വീട്ടിലും അയൽപക്കക്കാരും
എല്ലാം തന്നെ സുഹൃത്തുക്കളാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അങ്ങനെ നിഷ്കളങ്കരായ, കള്ളവും ചതിയുമില്ലാത്ത നിഷ്കളങ്കരായ സുഹൃത്തുക്കൾ, എന്റെ വീട്ടിലുള്ളവർ സുഹൃത്തുക്കൾ, എന്റെ അയൽവക്കം. എനിക്ക് കൊച്ചു കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു. സ്കൂളിൽ നാം ചിത്രശലഭങ്ങളെ പോലെ പാറി പറന്ന് നടക്കുന്ന കാലം. വളരെ ആഹ്ലാദകരമായ നിമിഷം. എന്റെ അമ്മാവന്മാരാണ് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അവരെന്റെ എന്റെ അഭ്യുദയം മാത്രം കാംക്ഷിച്ച്, എന്റെ നന്മ മാത്രം കാംക്ഷിച്ച ആൾക്കാർ, വലിയ നിലയിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഇന്ന് അങ്ങനെയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇല്ല. അതുകൊണ്ട് അത് നമുക്കങ്ങ് വിസ്മരിക്കാനേ പറ്റൂ. ഇനി ആ നല്ല നാളുകൾ, കുട്ടിക്കാലം നമുക്ക് ഇങ്ങോട്ട്, കുട്ടിക്കാലത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നമുക്കിന്ന് നമ്മുടെ കഥയിലോട്ട് കിടക്കാം. കർണികാരം പൂക്കുന്ന വഴി. ഒരു അസോസിയേഷൻ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് തുടക്കം. അസോസിയേഷന്റെ മീറ്റിംഗ് ആരംഭിച്ചപ്പോഴാണ് സിത്താരയും അഫ്രീനയും തിടുക്കത്തിൽ അങ്ങോട്ട് ഓടിക്കയറി എത്തിയത്. എന്തേ താമസിച്ചെത്തിയതെന്ന ഒരു പരിഭവ നോട്ടം എല്ലാവരുടെയും മുഖത്ത് വായിച്ചെറിഞ്ഞ ആ അയൽക്കാരികൾ ഒരു ക്ഷമാപണത്തോടെ അവിടെ കണ്ട കസേരകളിൽ ഇരിപ്പുറപ്പിച്ചു. പതുക്കെ ചുറ്റിലുമൊന്ന് കണ്ണോടിച്ച് അസോസിയേഷൻ മീറ്റിംഗ് സ്ഥിരമായി നടത്തുന്ന വിശാലമായ ഒരു ഹാളിൽ വരിവരിയായി ധാരാളം കസേരകൾ ഇട്ടിരുന്നു. കയറിപ്പോയാൽ ഒരു 20 ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഹാളിൽ മുന്നിൽ പ്രസിഡന്റും സെക്രട്ടറിയും 2 കമ്മിറ്റി അംഗങ്ങളും ആളുകൾക്ക് അഭിമുഖമായി കസേരകളിൽ ഉപവിഷ്ടരായി. പ്രസിഡന്റാണ് സദസ്യരെ സംബോധന ചെയ്ത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മീറ്റിംഗ് തുടങ്ങി. അതിനുശേഷം ഓടിക്കയറി വന്നതിന്റെ വല്ലായ്മ സിത്താരയുടെ മുഖത്ത് നന്നായി പ്രകടമായിരുന്നു. സിത്താരയെ നോക്കി അഫ്രീന ചിന്തിച്ചു, പാവം, നല്ല പനി പിടിച്ചു കിടന്ന കുട്ടിയെ തനിച്ചു പോകാനുള്ള മടിയിൽ അഫ്രീന സിത്താരയെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഇത്ര താമസിക്കാനുള്ള കാരണമോ അത് തന്നെയാണ്. പാവം പെൺകുട്ടിയാണ് സിത്താര. നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ജോലിയൊന്നും തന്നെ ഇതുവരെ ആയില്ല. അങ്ങനെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ജീവിക്കുന്നു. വീട്ടു ചിലവിനുള്ള വഴി കണ്ടെത്തുന്നു. സിത്താരയുടെ കൊച്ചു വീട് മഴവെള്ളം വിഴിഞ്ഞപ്പോഴാണ് ടൗണിൽ അമ്മാവന്റെ വീട്ടിൽ ഇതുപോലൊരു മഴക്കാലമായിരിക്കും. ആ മഴയത്ത് സിത്താരയുടെ വീട് പൊളിഞ്ഞു പോയി. അപ്പോ അമ്മാവന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. അമ്മാവനും കുടുംബവും ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെയാണ് സിത്താരയ്ക്കും മുത്തശ്ശിക്കും അതൊരാശ്വാസം, അതൊരു തണലായി. 30 വയസ്സ് കഴിഞ്ഞിട്ടും താലിഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല സിത്താരയ്ക്ക്. പാവം, ചൊവ്വാദോഷത്തിന്റെ പേര് പറഞ്ഞ് അങ്ങ് അകലെയായി നിൽക്കുകയാണ് വിവാഹം ഒരു ചോദ്യചിഹ്നം പോലെ അവളെ നോക്കി പല്ലടിച്ച് കാണിക്കുന്നു. ഇപ്പോ നാട്ടുകാരുടെ ഓരോ കുത്തിയുള്ള ചോദ്യം അവൾക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയുന്നില്ല. അതിനുള്ള ത്രാണി ഇല്ലാത്തതുപോലെ ഒരു ഉൾവലിച്ചിൽ അവൾക്ക് കാണാം. ആഹാ, ഞാനിരുന്ന കസേരയല്ലേ ഇത്, ഒന്ന് എണീറ്റ് എന്ന ശബ്ദം അഫ്രീനയെ ചിന്തയിൽ നിന്ന് ഉണർത്തി. മുന്നിൽ കലിയോടെ സിത്താരയെ നോക്കി നിന്ന് ആക്രോശിക്കുന്ന സ്ത്രീയെ നോക്കി അഫ്രീന പുഞ്ചിരിയോടെ വളരെ മൃദുവായി ചോദിച്ചു, അവിടെ വേറെ കസേരകൾ ഒരുപാടുണ്ടല്ലോ മേഡം, വരൂ, ഇതാ ഇവിടെ ഇരിക്കും. അത് നീയാണോ അഫ്രീന തീരുമാനിക്കുന്നത്? ഞാനിരുന്ന കസേരയാണിത്. മഴ വന്നതുകൊണ്ട് ഞാൻ തുണിയെടുക്കാൻ വീട്ടിലേക്ക് ഓടി. ഇപ്പോ ഇതാ എന്റെ കസേരയില്ല. അതെന്ത് കാര്യം? ഞാൻ സെക്രട്ടറിയുടെ ഭാര്യയാ കേട്ടോ. സിത്താരയെ തുറച്ചു നോക്കി അവർ പറഞ്ഞതും സിത്താര എഴുന്നേറ്റ് പുറകിലേക്ക് വഴിമാറി ക്ഷമാപണം പോലെ പറഞ്ഞു, ചേച്ചി ഇരുന്നോളൂ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഇത് ചേച്ചിയുടെ കസേരയായിരുന്നെന്ന്. സോറി കേട്ടോ. പെട്ടെന്ന് എഴുന്നേറ്റ് പുറകിലെത്തിയ അഫ്രീന സിത്താരയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, ഓട്ടെ, സാരമില്ല. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആരോഗ്യത്തെയും സ്ട്രീറ്റിന്റെ ശുചിത്വത്തെയും ബാധിക്കുന്നു എന്ന മുന്നറിയിപ്പ് കൊടുക്കാനാണ് അസോസിയേഷൻ അടിയന്തിരമായി ഒരു മീറ്റിംഗ് വിളിച്ചു. ഓരോ വീട്ടിൽ നിന്നും ഒരാൾ നിർബന്ധമായി എത്തണം. ആ നിബന്ധനയിലാണ് അഫ്രീന സിത്താരയെ നിർബന്ധിച്ച് സുഖമില്ലാതെ കിടന്നിട്ടും കൂട്ടിക്കൊണ്ടു. ആ വേദനയോടെ അഫ്രീന ഓർത്തു. സിത്താര ചിന്തിച്ചത് മനുഷ്യ മനസ്സുകളെ പറ്റിയായിരുന്നു. എത്രയൊക്കെ ചുറ്റുപാടുകൾ മാറിയാലും ചില മനസ്സുകൾ മാറുകയില്ല തന്നെ. കാലം എത്ര മുന്നോട്ട് കുതിച്ചാലും മനസ്സുകൊണ്ട് ചിലർ നിന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് സംസ്കാരത്തിന്റെ കാര്യം. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്ന സമയത്താണ് പ്രസിഡന്റിന്റെ ഭാര്യ അഫ്രീനയുടെ അടുത്തേക്ക് വന്നു. മഴ ചാറ്റൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ഹാളിലെ വൈദ്യുതിയും പോയി. മഴക്കാറുകൾ വെളിയിൽ ആകാശത്ത് നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ ഹാളിനുള്ളിൽ പൊങ്ങച്ച ശ്രീമതിമാർ
സിത്താരയുടെ മനസ്സിലേക്ക് ആവുന്നത്ര കാർമേഘം നിറയ്ക്കാൻ മത്സരിച്ചു കൊണ്ടേയിരുന്നു. ചൊവ്വാദോഷം, കല്യാണം, പ്രായം, ജോലി, വാടക വീട്, അങ്ങനെ അങ്ങനെ പലതും നീണ്ടുപോയി. എല്ലാവരുടെയും സ്നേഹത്തോടെ മൃദുവായി സംസാരിച്ച സിത്താരയുടെ മനസ്സിൽ പലരുടെയും വാക്കുകൾ കോടാലി തല പോലെ ആഴ്ന്നിറങ്ങി രക്തമെത്തിച്ചു. അഫ്രീന സിത്താരയുടെ തോളിൽ തട്ടി ചേർന്നിരുന്നു. സഹികെട്ട് ഉറക്കെ ചോദിച്ചു, കൊള്ളാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം തന്നെ അല്ലേ സിത്താര കുടുംബിനിയാകാത്തതിൽ? അത്ഭുതം തന്നെ കേട്ടോ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും സ്വന്തം കുടുംബ ജീവിതത്തിൽ സന്തുഷ്ടരാണോ? വെളിയിലെ കനത്ത മഴയിലും അകത്ത് ഹാളിലെ തരുണിയും മണികൾക്കിടയിൽ നിശബ്ദത തളം കെട്ടിയത് പെട്ടെന്നായി. പലരുടെയും മുഖത്തെ ഭാവങ്ങൾ അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാത്തതായി. അഫ്രീന പതുക്കെ തന്റെ അനുഭവത്തിന്റെ തിരശീല ഉയർത്തി ചിന്തിച്ചു. അതെ, ഇതൊരു നാടകമാണ്. ഈ നാടകത്തിന്റെ സ്റ്റേജിൽ നിൽക്കുന്നത് പലതരത്തിലുള്ള കലാകാരന്മാരാണ്. തോറ്റുപോയവരുണ്ടാവും, ജയമോ തോൽവിയോ എന്നറിയാതെ സ്റ്റേജിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്നവരും ഉണ്ട്. ചുരുക്കം ചില ജേതാക്കൾ. എത്ര നിർദാക്ഷിണ്യമായാണ് ഇവർ സിത്താരയെ ആ സ്റ്റേജിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് വാടക വീട്ടിൽ ജീവിക്കുന്ന അവരോടുള്ള പുച്ഛം വാക്കുകളിൽ മൂർച്ചയായി നിറഞ്ഞു. മഴ ശക്തി പ്രാപിക്കുകയാണല്ലോ എന്ന വിഷാദമാണ് സിത്താരയുടെ മുഖത്ത്. സിത്താര പതുക്കെ വരാന്തയിലേക്ക് ഇറങ്ങി ചുറ്റും നിരീക്ഷിച്ചു. മഴ തിമിർത്തു പെയ്യുകയാണ്. വീണ്ടും ഹാളിലേക്ക് വന്ന് അഫ്രീനയുടെ അടുത്തിരുന്നു. അഫ്രീന എല്ലാവരോടും എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്. ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണാൻ പ്രത്യേക ഒരു കൗതുകം തന്നെയാണ്. അവൾ കൗതുകത്തോടെ അഫ്രീനയുടെ വാക്കുകൾ, സംസാരങ്ങൾ നോക്കിയിരുന്നു. ഇരുനിറവും വിടർന്ന കണ്ണുകൾ, നീണ്ടു മെലിഞ്ഞ ശരീര പെരുമാറ്റം ആകെ കൂടി അഫ്രീനയെ ഒരു സുന്ദരിയാക്കി മാറ്റിയിരിക്കും. വളരെ ആകർഷണീയമായ അവളുടെ ചിരി, അവളുടെ സംസാരം എല്ലാം ആരും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. സിത്താരയ്ക്ക് സ്വന്തം സ്വഭാവത്തിൽ അല്പം ജാള്യത തോന്നിയത് ഈ മീറ്റിംഗ് ഹാളിൽ. എന്തിനാണ് താൻ ഇങ്ങനെ സ്വയം ഒതുങ്ങുന്നതെന്ന് ആലോചിച്ച് അഫ്രീനയെ നോക്കി പോകാൻ വൈകുന്നല്ലോ എന്ന് കണ്ണുകളാൽ ആംഗ്യം കാണിച്ചു. പെട്ടെന്നാണ് സ്ട്രീറ്റിലെ സെക്യൂരിറ്റി കുടയും പിടിച്ച ആ ഹാളിലേക്ക് ഓടിക്കയറി വന്നു. ഉറക്കെ ചോദിച്ചു, ആരാണ് ഈ സിത്താര? ഇത്രയും വേഗം വീട്ടിലേക്ക് പോകൂ, അവിടെ നിങ്ങളുടെ മുത്തശ്ശി. അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ സിത്താര മഴയിലേക്ക് ഓടിയിറങ്ങി. അഫ്രീന വേദനയോടെ അവളെ നോക്കി, മഴയെ ശപിച്ചുകൊണ്ട്. ആ വരാന്തയിൽ സിത്താര കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു. മുത്തശ്ശി ആരൊക്കെയോ കൂടി ചേർന്ന് കാറിലേക്ക് എടുത്ത് ചാരി കിടത്തുന്നത് സിത്താര ദൂരെ നിന്ന് കണ്ടു. അയ്യോ എന്ന നിലവിളിയോട് സിത്താര മുഴുവൻ ശക്തിയെ സംഭരിച്ചോടി ആ കാറിനുള്ളിലേക്ക് കടന്നു. മുത്തശ്ശിയുടെ തലയിലും കഴുത്തിലും ഒക്കെ തൊട്ടു നോക്കി. അടുത്ത വീട്ടിലെ അമ്മയും മകനുമാണ് ആശുപത്രിയിലേക്ക് പോകാൻ കാറുമായി വന്നത്. അല്പം കഴിഞ്ഞാണ് അവൾക്ക് മനസ്സിലായത്. മഴവെള്ളത്തോടൊപ്പം കണ്ണുനീരും കലർന്നൊഴുകിയ കവിൾത്തടം കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ അവൾ കേട്ടു. ആ അമ്മ മകനോട് വളരെ സ്വരം താഴ്ത്തി പറയുന്നു. എന്താ പറയുന്നത്? ആ അമ്മ എന്തായിരിക്കും പറയുന്നത്? ഇത്രയും വയ്യാതായ ഒരു തള്ളയെ ഒറ്റയ്ക്കാക്കി മീറ്റിംഗ് കൂടാൻ പോയിരിക്കുന്നത് കണ്ടില്ലേ? ഇവളെയൊക്കെ എന്ത് ചെയ്യണം? ഒരു മാർഗവും ഇല്ലേലും അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കോളും നിരക്കത്തിന്. മകന്റെ ശാസനയെ ഉടനെ എത്തി. അമ്മ എല്ലാത്തിലും എല്ലാവരിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്തും. ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കാതെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിർത്തിക്കൂടെ? മകന്റെ മനസ്സിലെ നന്മയുടെ ഇത്തിരി വെട്ടം സിത്താരയുടെ മനസ്സിൽ പതിഞ്ഞതും അവൾ അയാളെ ശ്രദ്ധിച്ചു. ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന കറുത്തു മെലിഞ്ഞൊരു യുവാവ്. മുടി അവിടെ എവിടെയായി നര വീണിരിക്കും. പെട്ടെന്നാണ് അയാൾ തിരിഞ്ഞു നോക്കി സിത്താരയോട് ചോദിച്ചത്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്? ഒന്നും ആലോചിക്കാതെ സിത്താര മറുപടി നൽകി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാം. ഒന്നും എടുക്കാതെയാണല്ലോ കാറിലേക്ക് ഓടിക്കയറിയതെന്ന കുറ്റബോധം സിത്താരയുടെ കണ്ണുകളെ വീണ്ടും ഈറനണിയിച്ചു. കാർ ആശുപത്രി വളപ്പിലേക്ക് കയറി കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിർത്തുമ്പോൾ ആശുപത്രി ജീവനക്കാർ സ്ട്രെച്ചറുമായി ഓടിയെത്തി. മുത്തശ്ശിയെ അകത്തേക്ക് കൊണ്ടുപോകുന്നതും നോക്കി സിത്താര നിർനിമേഷയായി നിന്നു. അപ്പോൾ അയാൾ നടന്നടുത്തു വന്നു. പരിഭ്രമത്തോടെ സിത്താര അയാളുടെ അമ്മ എവിടെ എന്ന് ചുറ്റിലും നോക്കി. അവളുടെ ദേഹത്തിൽ വിറയൽ പടർന്നു കയറി. നാസികാഗ്രങ്ങളിൽ വിയർപ്പ് മണികൾ നിറഞ്ഞു. കുട്ടി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വരൂ, അവിടെ കസേരയിലിരിക്കാം. അമ്മ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ, ഉടനെ എത്തും. അയാളുടെ മൃദുവായ വാക്കുകൾ അവൾ അറിയാതെ ഉള്ളിലേക്ക് അവളുടെ കാലുകളെ ചലിപ്പിച്ചു. സിത്താരയ്ക്ക് തലയ്ക്കുള്ളിൽ എന്തോ നിരവധി ചോദ്യങ്ങൾ വട്ടം കറങ്ങി നിൽക്കുന്നു.
എന്തിനാണ് ഇങ്ങനെ ഞാൻ എല്ലാവരെയും ഭയപ്പെടുന്നത്? സമൂഹം എന്തിനാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുന്നത്? എന്തിനാണ് ചോദ്യങ്ങളിൽ മുള്ളുകൾ നിറച്ച് മനസ്സിൽ കുത്തി രസിക്കുന്നത്? മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ താൻ എന്തു ചെയ്യും? എനിക്ക് ആരുമില്ലാത്തതല്ലേ? അങ്ങനെ കുറെ ചോദ്യങ്ങളായിരുന്നു അവളുടെ ഉള്ളിൽ. ആ അവസാന ചോദ്യത്തിൽ സിത്താര മുത്തശ്ശി എന്ന വിളിയോടെ അറിയാതെ പിടഞ്ഞെണീറ്റു. ആ ചെറുപ്പക്കാരൻ അവളെ ശ്രദ്ധിച്ചു നോക്കി. എന്തിനാ കരയുന്നത്? ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കൂ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. സിത്താര വല്ലാത്തൊരു ഭാവത്തോടെ അയാളെ തുറച്ചു നോക്കി. അയാൾ തുടർന്നു, ഞാൻ സുരേഷ്, നിങ്ങളുടെ അയൽപ്പക്കത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഗൾഫിലായിരുന്നു ജോലി. നാട്ടിലേക്ക് വന്ന് 3 വർഷമായി. ഭാര്യ സർക്കാർ ജീവനക്കാരി. വീണ്ടും ഗൾഫിലേക്ക് പോകാത്തത് കൊണ്ട് പിണങ്ങിപ്പോയി. ബന്ധം ഉപേക്ഷിച്ച് പിണങ്ങിപ്പോയി. 5 വയസ്സുള്ള ഒരു കുട്ടിയെയും ഉപേക്ഷിച്ചാണ് പോയത്. വിഷാദം വിലക്കിയ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അയാൾ വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. സിത്താര അനുകമ്പയോടെ അയാളെ നോക്കി. എന്തുകൊണ്ടാണ് പിന്നീട് ഗൾഫിൽ പോകാഞ്ഞത്? എന്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു മൈനർ അറ്റാക്ക് വന്നു. ഭാര്യ അവളുടെ വീട്ടിലാണ് താമസം. അമ്മയെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ജോലി ഉപേക്ഷിച്ചു. അമ്മയെ നോക്കി ഇവിടെ കൂടി. അച്ഛൻ എനിക്ക് 6 മാസം ആയപ്പോൾ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ അമ്മ ജീവിച്ചത്. അങ്ങനെയുള്ള അമ്മയെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്? അതിനെനിക്ക് മനസ്സ് വന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു കാറ്ററിംഗ് സർവീസുകാരുടെ കൂടെ പണിയെടുക്കും. ആരാണ് ഈ നാരായണി അമ്മയുടെ കൂടെയുള്ളവർ? പുറത്തേക്ക് വന്ന നഴ്സ് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. സുരേഷ് ഓടി കാഷ്വാലിറ്റിയുടെ വാതിൽക്കൽ എത്തിയതും അതേ സ്വരത്തിൽ അവർ പറഞ്ഞു, ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് റെഡിയാക്കി വിവരമറിയും. സിത്താരയുടെ നടുക്കത്തോടെ കേട്ട ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒരാർത്തനാദത്തോടെ തറയിലേക്ക് വീണ സിത്താരയെ സുരേഷിന്റെ അമ്മ താങ്ങി പിടിച്ച് കസേരയിലിരുത്തി. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ബന്ധുക്കൾ പലരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇനി പോകാനുള്ളത് സിത്താരയുടെ ചിറ്റ മാത്രം. അമ്മാവനും കുടുംബവും മുത്തശ്ശി അവസാനമായി എന്ന് കാണാൻ പോലും വന്നില്ലല്ലോ എന്ന് സിത്താര ഓർത്തു. ഇന്നത്തെ ആഹാരം എല്ലാവർക്കും സുരേഷിന്റെ അമ്മയാണ് ഒരുക്കിയതെന്ന അറിവ് അവളിൽ ഒരു മാതൃവാത്സല്യത്തിന്റെ തലോടൽ ഉണ്ടാക്കി. ചിറ്റയും നാളെ പോയാൽ താൻ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ എങ്ങനെ കഴിയുമെന്ന വേവലാതി സിത്താരയെ വേദനിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ചിറ്റയും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ സിത്താര കരയാതിരിക്കാൻ പാടുപെട്ടു. കതകടച്ച് ബെഡിലേക്ക് വീണത് മാത്രമാണ് ഓർമ്മ. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ഉണർന്ന സിത്താര ക്ലോക്കിലേക്ക് നോക്കിയതും ഒമ്പരന്നു പോയി. അയ്യോ, എന്തെന്നോ, സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. വേഗം പൂമുഖത്തേക്ക് വന്ന് കതക് തുറന്നു. മുന്നിൽ നിൽക്കുന്ന സുരേഷിന്റെ അമ്മ ഉറക്കെ പറഞ്ഞു, ഇതുവരെ കതക് തുറക്കാതായപ്പോൾ മോൻ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ടതാ. വല്ലതും കഴിച്ചോ കൊച്ചേ നീ? എന്താ വല്ലാതിരിക്കുന്നത്? പനിയുണ്ടോ? സുരേഷിന്റെ അമ്മ മുന്നോട്ട് വന്ന് അവളുടെ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു, കൊള്ളാം, നല്ല പനിയുണ്ടല്ലോ. ഇരുട്ടുന്നതിന് മുമ്പേ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വരാം. ഞാൻ പോയി മോനെ വിളിച്ചിട്ട് വരാം. ഇനി വേഗം റെഡിയാവും വെച്ച്. ആ അമ്മയുടെ സ്നേഹം സിത്താരയുടെ മനസ്സിൽ കുളിർമഴയായി പെയ്തിറങ്ങി. തനിക്ക് ചുറ്റും ആരൊക്കെയോ ഉണ്ടെന്ന ഒരു തോന്നൽ അവളിൽ ഉണ്ടായി. പെട്ടെന്ന് അവളിൽ ഒരു ശക്തി നിറഞ്ഞു. ആശുപത്രിയിൽ നിന്നും തിരികെ വണ്ടിയോടിച്ചു വരുമ്പോൾ സുരേഷ് സിത്താരയെ ശ്രദ്ധിക്കുന്നുണ്ടായി. കരഞ്ഞു തളർന്നു, കണ്ണുകൾ കുഴിഞ്ഞു, വല്ലാത്തൊരു കോലമായിരിക്കുന്നു. ആരുമില്ലെന്ന ചിന്ത വല്ലാതെ അവളെ അലട്ടുന്നുണ്ടായിരുന്നു. ആ മുഖം കണ്ടാൽ. സുരേഷ് തന്റെ വീട്ടുമുറ്റത്തേക്കാണ് കാർ ഓടിച്ച് കയറ്റിയത്. സിത്താരയെ അയാൾ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്പരന്ന് അവിടെ തന്നെ നിന്ന സിത്താരയെ ഒരു കൊച്ചു ശബ്ദം അത്ഭുതപ്പെടുത്തി. ആന്റി, വാ ആന്റി. സുരേഷിന്റെ അമ്മ അപ്പോൾ തന്നെ വെളിയിൽ വന്നു. കയറി വാ കൊച്ചെ, ഞാൻ ഇത്തിരി പൊടിയേരി കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്ക്, ഞാനും കൂടി വരാം. ഇന്ന് ആരുമില്ലെന്ന വേവലാതി ഒന്നും വേണ്ട കേട്ടോ. സിത്താരയ്ക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. സ്വപ്നമാണോ സത്യമാണോ ഇത്? അവൾ വല്ലാതെ ഒരു ചുറ്റുപാടിലായി. ഏതോ ഒരു സ്വപ്ന ലോകത്തിൽ അകപ്പെട്ടതുപോലെ അവളുടെ കാലുകൾ ആ വീട്ടിനകത്തേക്ക് ചലിച്ചു. വൈകുന്നേരം സിത്താരയെയും കൂട്ടി സുരേഷിന്റെ അമ്മ അവളുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി. പേരക്കുട്ടി കൂടെ വന്നു. അച്ചമ്മേ, ഞാനും വരട്ടെ എന്ന് പറഞ്ഞു ഓടി പുറകെ വന്നു സിത്താരയുടെ കയ്യിൽ പിടിച്ചു നടന്നു. സിത്താര ഓർത്തത് അവളുടെ മുത്തശ്ശിയെ പറ്റിയായിരുന്നു. തന്നെ ആരുടെ വീട്ടിലും വിടില്ലായിരുന്നു. എവിടെ പോയാലും വരുന്നത് വരെ വഴിക്കണ്ണുമായി കാത്തിരിക്കും.
വന്ന ഉടൻ കുറെ ശകാരവും പതിവായിരുന്നു. എത്ര പെട്ടെന്നാണ് എല്ലാം ഓർമ്മകളായി മാറിയത്. ദിവസങ്ങൾ കടന്നുപോയി. സിത്താരയുടെ ജീവിതം പതുക്കെ പതുക്കെ സാധാരണഗതിയിലായി. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും ബാക്കി സമയം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത് സിത്താരയുടെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ജൂലൈ മാസം, പൊരിച്ചുരിയുന്ന മഴ. സിറ്റൗട്ടിൽ ഇരുന്ന് പഴയതൊക്കെ ഓർത്ത സിത്താരയുടെ കണ്ണുകൾ ഈറനടി. എത്രമാത്രം സ്നേഹിച്ചിരുന്നു വിനോദിനെ. ഇപ്പോഴും മനസ്സിൽ വിനോദ് മാത്രമാണ്. ചൊവ്വാദോഷം എന്ന കാരണത്താൽ വിനോദ് തന്റെ പ്രണയം ഉപേക്ഷിച്ച് പോയിട്ട് വർഷങ്ങൾ 6 കടന്നിരിക്കുന്നു. വിവാഹിതനായോ, എവിടെയാണ് ഇപ്പോൾ, ഒന്നും അറിയില്ല. യാതൊരു വിവരവും ഇല്ലാഞ്ഞിട്ടും ഇടയ്ക്കൊക്കെ ഓർമ്മകളിലേക്ക് എത്താറുണ്ട്. സുരേഷിന്റെ അമ്മയോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത് സിത്താര ഓർത്തു. പെട്ടെന്ന് ആരോ കുടയും പിടിച്ച് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നത് കണ്ടു. സിത്താര എഴുന്നേറ്റ് നിന്നു. പ്രിയ സിറ്റൗട്ടിലേക്ക് കയറി കുടമടക്കി സിത്താരയെ നോക്കി പുഞ്ചിരിച്ചു. സിത്താര, സുഖമാണോ നിനക്ക്? കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അഫ്രീന പതുക്കെ പറഞ്ഞു. ഞാനൊരു പ്രത്യേക കാര്യം പറയുവാനാണ് സിത്താര വന്നത്. നീ അത് സമാധാനമായി കേൾക്കണം കേട്ടോ. കോളനിക്കാർ നിന്നെയും സുരേഷിനെയും ചേർത്ത് കഥകൾ മെനയുവാൻ തുടങ്ങിയിരിക്കുന്നു. നീ അല്പം ഒന്ന് സൂക്ഷിക്കണം. സിത്താര ഒരു നടുക്കത്തോടെയാണ് ആ വാക്കുകൾ ശ്രദ്ധിച്ചത്. സിത്താരയ്ക്ക് അത് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അഫ്രീന തുടർന്നു. നിന്റെ അമ്മാവനെയും അവർ കാര്യം അറിയിച്ചു കഴിഞ്ഞു. താൻ എന്തായി കേൾക്കുന്നത്? സിത്താരയ്ക്ക് അത് താങ്ങാനായില്ല. സിത്താര എന്തോ പറയുവാൻ തുടങ്ങിയതും അഫ്രീന വഴിയിലേക്ക് നോക്കി പറഞ്ഞു. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. സുരേഷിന്റെ അമ്മയെ കണ്ടതും സിത്താര അമ്മയെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും മുറ്റത്ത് ഒരു കാർ, സുരേഷിന്റെ കാർ വന്നു. വാതിൽ തുറന്നിറങ്ങിയ ആളെ കണ്ട് സിത്താര ഞെട്ടി. താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ? അവൾ ഒരു നിമിഷം ധരിച്ചു നിന്നുപോയി. സുരേഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയെ നോക്കി ചോദിച്ചു. അപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ല അല്ലേ? എനിക്ക് അകത്തോട്ട് വരാമോ? വിനോദ് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ സിത്താര കണ്ണീരോടെ സുരേഷിനെയും അമ്മയെയും മാറി മാറി നോക്കി. വിനോദിനെ ഞാൻ കയ്യോടെ തൂക്കിയെടുത്ത് ഇനി കൊണ്ടുവന്നു. എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ എന്റെ അമ്മയ്ക്ക് മകളായ സിത്താരെ, നിനക്ക് എന്റെ സമ്മാനം. സുരേഷേട്ട, ഒരുപാട് നന്ദി. സിത്താര അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ സുരേഷിന്റെ അമ്മ വിനോദിനെ നോക്കി പറഞ്ഞു. പാവം കൊച്ചാ മോനെ, അതിനെ ഇനി ഒരിക്കലും വേദനിപ്പിക്കല്ലേ. അഫ്രീന വാക്കുകൾ നഷ്ടപ്പെട്ടു നിന്നപ്പോൾ സുരേഷിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ വന്നരച്ചു. കൂടപ്പിറക്കാതെ പോയ കൂടപ്പിറപ്പിൽ കർണികാരം മൂക്കുന്ന ഈ വഴിയിലൂടെ നിന്നെ ഞാൻ കൈപിടിച്ച് നടത്തട്ടെ. അഫ്രീന മടക്കിയ കുടയുമായി മഴച്ചാറ്റലില്ലാത്ത മുറ്റത്തേക്ക് ഇറങ്ങി തലയുയർത്തി നടന്നു. വല്ലാത്തൊരു സംതൃപ്തി ആ മുഖത്ത് തെളിഞ്ഞു കാണുമായിരുന്നു. ഒരു സമൂഹത്തിന്റെ തോൽവി ഇറുതുമാറി പൂക്കൾ വിടർത്തിയ കർണികാരങ്ങൾ സംതൃപ്തിയോടെ വിളിച്ചു പറഞ്ഞു. പല മുത്തുകൾ കോർത്തിണക്കിയ മാലയാണ് ഓരോ ജീവിതം. അതിൽ പല നിറത്തിലും വലിപ്പത്തിലുമുള്ളവയുണ്ടാകും. തിരിച്ചറിയുക. സ്നേഹം പരന്നൊഴുകട്ടെ, പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. ഇണയിരുന്നു ശുഭദിനം. താങ്ക് യു ഇതുവരെ എന്നെ കേട്ട് ശ്രമിച്ചിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. കർണികാരം പൂത്ത വഴി തീർച്ചയായിട്ടും ഒത്തിരി അർത്ഥഗർഭമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥ. ഒരു യഥാർത്ഥ സുഹൃത്തിനെ, ഒരു ചേർന്ന സുഹൃത്തിനെ, അല്ലെ, ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ഇണയെ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ, സിത്താരയുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് ഒരു കർണികാരം പൂക്കുന്ന വഴിയിലൂടെ അതിൻ്റേത് മൂർധന്യാവസ്ഥയിലേക്ക് എത്തി, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന മനോഹരമായിരുന്നു. തീർച്ചയായും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു അഭിനയത്തിൻ്റെ തലമുണ്ട്. ജീവിതം എന്ന നാടകം അടിത്തീർക്കാൻ ഓരോരുത്തരും എടുക്കുന്ന കഥാപാത്രങ്ങൾ എന്തൊക്കെ അഭിനയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കഥയുടെ ഉള്ളടക്കത്തിലൂടെ സഞ്ചരിച്ചു. താങ്ക് യു. വളരെ നല്ല കഥയായിരുന്നു. കഥയെക്കുറിച്ച് ആരാണ് പറയുന്നത്? ജോഷ് സാർ ഉണ്ടോ? ലഹനാൻ സാർ, ഗോപകുമാർ സാർ,
രാജു സാർ, ഇന്ന് മഴയായതുകൊണ്ട് എല്ലാവരും ലീവായി. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒന്ന് റെഡി ആയി വരട്ടെ. എല്ലാവരും ഓഫായി വെച്ചിരിക്കുന്നത്. സ്നേഹലത മാം, സരസ്വതി മാം, തുളസി, അൺമ്യൂട്ട് ചെയ്യൂ. മോഹൻദാസ് സാർ കേൾക്കാവോ? ആരെയും കാണാനില്ല. വരുന്നുണ്ട്. തുളസി മാം, മാം, തുളസി മാം എന്ന് പറയൂ. ഗുഡ് ഈവനിങ്. ഇല്ലെങ്കിലും 2 വാക്ക്. ഗുഡ് ഈവനിങ്. ഞാൻ മാം ഇപ്പൊ ഒരു 10-15 മിനിറ്റ് മുമ്പെയാണ് ജോയിൻ ചെയ്തത്. കുഴപ്പമില്ല, ലാസ്റ്റ് കേട്ടത്. ഭാഗം മാം നേരത്തെ ആരെങ്കിലും ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് വരുമെന്നാണ് വിചാരിച്ചത്. വളരെ എനിക്ക് കുറച്ച് കോൾസ് വന്നു. ഈ മഴ കാരണം ഓരോരുത്തർ വിളിച്ച് അന്വേഷിക്കുകയാണേ. അപ്പൊ അത് കാരണം ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. ഇന്ന് മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം ഒരുപാട് പേരുണ്ടാവും. ഞാന് കേട്ട ഭാഗം ഇപ്പൊ എവിടുന്നാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ മാം ജാതകത്തിന്റെ എന്തോ പറഞ്ഞല്ലോ, ജാതകം ചൊവ്വാദോഷം. അതിന്റെ കുറച്ച് മുമ്പെയാണ് ഞാൻ കയറിയത്. പക്ഷെ പ്രസന്റേഷൻ പറയാതിരിക്കാൻ വയ്യ. വളരെ അതിമനോഹരമായ, എന്താ പറയാ, ഇങ്ങനെ നൂലില് നെയ്ത് എടുത്താന്നൊക്കെ പറയില്ലേ, അതുമാതിരി മാമിന്റെ ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ മനോഹരമായിരുന്നു. എനിക്ക് മുഴുവൻ ആദ്യം തൊട്ട് കേൾക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ കേട്ടത്ര വളരെ മനോഹരമായിരുന്നു. നമുക്കത് ഇത് നമ്മള് യൂട്യൂബിൽ ഇടുന്നുണ്ട്, അപ്പൊ കേൾക്കാം. ഒരു പ്രാവശ്യം എന്താ സാറേ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും, അപ്പൊ അത് കേൾക്കാം. ഓക്കെ സാർ, താങ്ക് യു. സാബു സാറിന് എന്നെ അറിയോന്ന് എനിക്കറിയില്ല. ഈ ഗ്രൂപ്പിലും പിന്നെ പാട്ടുണ്ട്. ഞായറാഴ്ച എല്ലാ സൺഡേയിലും പാട്ടുണ്ട്. ആണല്ലേ? മാം വരാം, പാട്ട് പാടാൻ വരാം. പാട്ടും കഥയുമാണ് എനിക്കിഷ്ടം. അതെ, ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഗ്രൂപ്പില്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. സെയിം ലിങ്ക് ഉപയോഗിച്ചാൽ മതി. ആ ലിങ്ക് തന്നെ എല്ലാ ദിവസവും ഈവനിങ് ഈ ലിങ്കിൽ കയറിയാൽ മതി മാം. ഓക്കെ, എല്ലാ ദിവസവും ഇല്ലെങ്കിലും പിന്നെ സൺഡേ പാട്ടിൽ ചേരാം. ഓക്കെ മാം, താങ്ക് യു, താങ്ക് യു. ഗോപകുമാറാണ്. ഒരു നല്ല അവതരണമായിരുന്നു. കഥ പറയുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. നല്ല കഥയായിരുന്നു. നന്നായി അവതരിപ്പിച്ചു. നന്ദി, നമസ്കാരം. ഞാൻ തിരുവനന്തപുരമാണ്. എന്റെ പേര് ഗോപകുമാർ, നേമത്താണ് താമസിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. മോഹൻദാസ് സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാർ അൺമ്യൂട്ട് ചെയ്യണേ. കഥ തുടക്കം മുതൽ തന്നെ കേട്ടു. നല്ല അവതരണം. അതിന്റെ ആമുഖം വേറെന്തോന്നോ വിചാരിച്ചു. പിന്നെയാണ് കഥയുടെ ഇടയ്ക്ക് എന്ന കാര്യം. ഒരു സുഹൃത്തിന്റെ ആവശ്യത്തിന്റെ കാര്യം മുഖവുരയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയായിരുന്നു. ജീവിത പങ്കാളിയായിട്ട് വന്നാലും അല്ലെങ്കിൽ തന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ ആവശ്യം, ഫ്രണ്ട് നീഡ്സ് ഇൻഡീഡ് എന്നുള്ള ഇതിനെ എന്താ പറഞ്ഞാൽ ഊർജപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയായിരുന്നു. നല്ല പ്രസന്റേഷൻ, മറ്റേത് പറഞ്ഞതുപോലെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥയുടെ സമാപനവും നല്ല രീതിക്ക് തന്നെയാണ്, പോസിറ്റീവായിട്ട് തന്നെയാണ് നിർത്തിയത്. നന്നായി. സാബു സാറേ. ജോഷ് സാർ പറഞ്ഞു. ഓക്കെ. എനിക്ക് ഈ കഥയുടെ ഉള്ളിലേക്ക് കടന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഞാനും എനിക്കിത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ഫോണുകൾ വന്ന് നമ്മളെ ഇതിന്റെ തുടക്കം കേൾക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കയറിയപ്പോൾ തൊട്ട് ഫോണുകളുടെ ഇതുകൊണ്ടാണ് തുടക്കത്തിലും കയറാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് എനിക്കിതിന്റെ വളരെ വിഷമമുണ്ട് ഇത് പറയാനായിട്ട്. ഇതിന്റെ ആ കഥയുടെ ഉള്ളിലേക്ക് കടന്ന്, അതുകൊണ്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. ആരെങ്കിലും പിന്നെ ഞാൻ അറ്റവും മൂലം കേട്ടു. നമുക്ക് റോയ് സാറിനോട് ചോദിക്കാം. റോയ് സാർ എന്ന് പറയട്ടെ, അതിനുശേഷം അവസാനം കേട്ടവര് പറഞ്ഞാൽ കുറെ കൂടി എളുപ്പമായിരുന്നു. റോയ് സാർ പറയും. റോയ് സാർ ആദ്യം വരും. ജീവിതഗന്ധിയായ ഒരു കഥ, അതിന്റെ അവതരണവും വളരെ ഭംഗിയായിരുന്നു. കാരണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളാണ്. അതിനകത്ത് തന്നെ ചൊവ്വാദോഷമുള്ള പെൺകുട്ടി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടി ആരുമില്ലാതിരിക്കുന്നു. ഒരു ഏജ്ഡായിട്ടുള്ള മാതാവുമായിട്ട്
ഈ ട്യൂഷൻ എടുത്തും അതുപോലെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ചൊവ്വാദോഷത്തിന്റെ കെടുതി അനുഭവിക്കുന്നു. അത് ഒക്കെ പല ഈ സമൂഹത്തിൽ പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഒന്ന്. രണ്ട്, ജീവിതം എന്ന നാടകത്തിന് കയറി ആടാൻ മടിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പല ആൾക്കാരും അങ്ങനെയായി ജീവിത നാടകത്തിൽ ആടാൻ മടിക്കുന്ന ആൾക്കാരുടെ കാര്യമായിട്ട് കമ്പയർ ചെയ്തത് വളരെ ഇതായിട്ടിരിക്കുന്നു. പിന്നെ 6 വയസ്സുള്ള കുട്ടിയെ നൽകിയിട്ട് ഉപേക്ഷിച്ചു പോയ ഭാര്യ, 40 വയസ്സായ സുരേഷിന്റെ ഭാര്യ, അത് അവിടെ കിടക്കും. ഓക്കെ. പിന്നെ അതുപോലെ സാധാരണ ഈ പറഞ്ഞ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുള്ള മീറ്റിംഗ് നടക്കും. അവിടെ സെക്രട്ടറിയുടെ ഭാര്യ കസേരയ്ക്ക് വേണ്ടി ആധികാരികമായ ചില കാര്യം, അവിടെയൊക്കെ പർപ്പസ് അല്ല, സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ഇതും കൂടെ നൽകുന്നുണ്ട്. പിന്നെ വേറെ ഒരു കുറ്റപ്പെടുത്തൽ വന്നു. എന്ത്, ഈ പ്രായമുള്ള ഒരു സംഭവം സംഭവിക്കുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ സാധാരണ ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ വല്യമ്മ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് വല്യമ്മയെ തന്നെ ഇട്ടിട്ട് മീറ്റിങ്ങിന് പോയിരിക്കുന്നു എന്ന് പറയുന്ന കുറ്റപ്പെടുത്തൽ. ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അവസരങ്ങൾ വരുമ്പോൾ. അപ്പൊ ഇതെല്ലാം ഭംഗിയായി വരച്ചു കാണിച്ചു വന്നത്. പിന്നെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ശ്രീകുമാരി മാഡം ആദ്യം തന്നെ കഥയുടെ ആരംഭത്തിൽ തന്നെ വളരെ ഭംഗിയായി ഒരു അവതരണം നടത്തി. ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു സുഖം ഈ കഥയുടെ അവസാനത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം കൊണ്ടും വളരെ സിമ്പിളായി ജീവിതഗന്ധിയായി, അതായത് ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾക്ക് ഓർക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ, കുറെയൊക്കെ ഞാൻ ആ ഓർത്തതങ്ങ് പറയുകയായിരുന്നു. ഈ ഒരവസരം വരുമ്പോൾ വരുന്ന കുറ്റപ്പെടുത്തലുകൾ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഭാഗവും, പിന്നെ ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് തടസ്സം വരുന്ന ചില കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആധികാരികമായി അധികാരഭ്രമം, ഇതെല്ലാം വളരെ ഭംഗിയായി വരച്ചു കാണിക്കുന്ന ഒരു കഥയായിരുന്നു. മാഡത്തിന്റെ ആ പ്രസന്റേഷൻ കേട്ടിരിക്കാനും ഒക്കെ വളരെയധികം സുഖം തോന്നി. താങ്ക് യു മാഡം. Thank you, sir. Thank you so much. ഓക്കെ, then രാജു സാർ ഉണ്ടോ? രാജു സാർ കേട്ടിരുന്നു. സ്നേഹലത മാം കൂടെ പറയൂ. ടോമി സാർ ജസ്റ്റ് എത്തിയുള്ളൂ. രാജു സാർ കേൾക്കാമോ? രാജു ഫിലിപ്പ്. ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിനിടയ്ക്ക് ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി. ഇത് ശ്രീകുമാരി മാഡം എഴുതിയ കഥയാണോ? ശ്രീകുമാരി മാഡം നല്ല കഥയാണ്, വളരെ നല്ല കഥയാണ്. ഫ്രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും മാഡത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അങ്ങനെ നല്ലൊരു ഫ്രണ്ടിനെ, നന്നായി എഴുതാൻ കഴിയുന്ന ഫ്രണ്ടുള്ള പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. തുടക്കത്തിൽ മാഡം പറഞ്ഞു തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചല്ലേ, അതായത് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ, എനിക്ക് ആക്ച്വലി നല്ലൊരു സുഹൃത്തില്ല എന്നുള്ളതാണ്. ഞാൻ അതിന്റെ നഷ്ടബോധം എനിക്കിപ്പം തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനൊരു പ്രചോദനമായി മാഡത്തിന്റെ വാക്കുകൾ. താങ്ക് യു വെരി മച്ച്. അതുപോലെ കഥ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ചില ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ അവസാനമൊക്കെ വളരെ നന്നായി, നല്ല രീതിയിലുള്ള പര്യവസാനമായിരുന്നു. നല്ലൊരു കഥയായിട്ട് എനിക്ക് കേൾക്കാൻ കഴിയാത്തതിലുള്ള നഷ്ടബോധം എനിക്കിപ്പം തോന്നുന്നു. പക്ഷേ യൂട്യൂബിൽ കയറി ഞാൻ കേൾക്കും. മാഡത്തിന്റെ വീട് എവിടെയാ? ഓക്കെ. ഞാൻ ചങ്ങനാശ്ശേരിയാണ്, കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. വിദേശത്തായിരുന്നു. പിന്നെ 4 വർഷമായുള്ളൂ വന്നിട്ട്. വന്നപ്പോൾ മുതലേ ഇതിനകത്ത് ഇടയിലേക്ക് കയറാറുണ്ട്. വളരെ നല്ല സെഷനാണ്. പ്രത്യേകിച്ച് കഥ പറച്ചിലും അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ പ്രത്യേക പ്രോഗ്രാം നമ്മുടെ സാബു സാർ അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും സാർ തന്നെ അത് പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൃത്യസമയത്ത് തന്നെ വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചും ഏറ്റവും എന്നാ പറയുന്നത്, പ്രൈം ടൈമാണ് ഈ വൈകുന്നേരം 7 മണി എന്ന് പറയുന്നത്, 7 മണി 8 മണിക്ക് എന്നൊക്കെ പറയുന്നത്. ഈ പ്രൈം ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു പ്രസന്റേഷൻസ് നടത്താനായിട്ട് സാറിന് സാധിക്കുന്ന പ്രത്യേകമായിട്ട്. ഓക്കെ സാർ, താങ്ക് യു. Thank you, sir. Thank you very much. Thank you. ഇനി ജോഷി സാറിന് എന്തെങ്കിലും പറയാമോ? ജോഷി സാർ അൺമ്യൂട്ട് ചെയ്യൂ.
അഡ്മിറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ സൈക്കോ ദോസ്ത് സ്നേഹലത മാം കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് സാർ, പക്ഷെ മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ പറയാത്തത്. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. വളരെ എനർജറ്റിക് ആയ പ്രസന്റേഷൻ. താങ്ക് യു മാം. ശ്രീമാരി മാം ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ കഥയൊന്ന് സമ്മറൈസ് ചെയ്തൊന്ന് പറയാൻ പറ്റുമായിരിക്കുമോ? ചോദിക്കുന്നതിൽ വിഷമം തോന്നില്ലേ, എനിക്കൊന്ന് മറുപടി പറയാൻ വേണ്ടി. കഥാതന്തുക്കൾ മാത്രം ഒരു 5 മിനിറ്റ്. കാരണം എനിക്ക് മാത്രമല്ല, ഇതിലെ പലരും ആദ്യം തൊട്ട് ഇല്ല. എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതൊരു അസോസിയേഷന്റെ മീറ്റിംഗ് സംബന്ധിച്ച ഒരു കഥയാണ്. ഒരു അസോസിയേഷനിൽ വേസ്റ്റിനെ ഒരു ബോധവൽക്കരണ മീറ്റിംഗ്. അതിൽ ഒരു പൊങ്ങച്ചക്കാരിയായി, അങ്ങനെ പെട്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമോ എന്തോ, സെക്രട്ടറിയുടെ ഭാര്യ ഒരു സീറ്റിന് വേണ്ടി തർക്കിക്കുന്നതാണ് ആദ്യമായി നടക്കുന്നത്. എന്റെ കസേരയാണ്, എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന സിത്താര എന്ന സ്ത്രീയെ ഒരു അവഹേളനയോടെ സംസാരിക്കും. മാലിന്യം വലിച്ചെറിയുന്നതിനെ പറ്റിയും ആരോഗ്യത്തിനെ പറ്റിയുമാണ് ചർച്ച നടത്തുന്നത്. അവിടെ പറയുന്നത് എത്രയൊക്കെ ചുറ്റുപാട് മാറിയാലും ചില ആൾക്കാർ മാറുകയില്ല എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. പിന്നെ സുഖമില്ലാതെ കിടന്ന സിത്താരയാണ് അവിടെ അഫ്രീന എന്ന കൂട്ടുകാരിയുടെ നിർബന്ധപ്രകാരം എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ സിത്താര ഒരു വിദ്യാഭ്യാസ യോഗ്യതയും സുന്ദരിയുമാണ്, സുശീലയാണ്, എല്ലാം ആണെങ്കിലും അവർക്ക് സാമ്പത്തിക ഭദ്രതയില്ല, ജോലി കിട്ടിയിട്ടില്ല. ട്യൂഷൻ പഠിപ്പിച്ചും പിന്നെ തയ്യൽ ജോലി, ക്രാഫ്റ്റ് ജോലിയൊക്കെ ചെയ്താണ് ഉപജീവനം കഴിക്കുന്നത്. അവരുടെ വീട് മഴയത്ത് ദൂരൊരു മഴയത്ത് ഒലിച്ചു പോയി. അതുകൊണ്ട് അമ്മാവന്റെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു. ഗൾഫിലാണ് അമ്മാവൻ. അത് മുത്തശ്ശിക്കും സിത്താരയ്ക്കും വലിയൊരു അനുഗ്രഹമായി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മ സുഖമില്ലാതെ, അമ്മൂമ്മയ്ക്ക് മുത്തശ്ശിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സിത്താര. അപ്പോഴാണ് സിത്താരയുടെ മുത്തശ്ശി അസുഖമാണെന്ന് പറഞ്ഞ് ഓടി വന്ന് പറയുന്നത്. സിത്താര മഴയത്ത് ഓടിപ്പോവുകയാണ്, ഒന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന് കയറിൽ കയറി. ആരോ 2 പേർ മുത്തശ്ശിയെ താങ്ങി കയറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു സിത്താരയ്ക്ക്. എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തന്റെ അയൽപക്കക്കാരാണ് ആയ മകനും അമ്മയുമാണ്. ആ അമ്മയുടെ കുത്തുവാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടു. ഒട്ടും വയ്യാതായ തള്ളയെ ഒറ്റയ്ക്കാക്കിയിട്ട് മീറ്റിംഗ് കൂടാൻ പോയിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ എന്താ ചെയ്യണ്ടേ? ഒരു മാർഗവും ഇല്ലേലും അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കോളും നേരത്തെ. മകൻ ഉടനെ തന്നെ അത് ഏറ്റു പറഞ്ഞു. അമ്മേ, അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതിരിക്കും, നമുക്ക് പിന്നെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കേണ്ടത്. അപ്പോ അത് കേട്ട് സിത്താരയ്ക്ക് ഒരു ആശ്വാസം തോന്നി. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എല്ലാം കഴിഞ്ഞു. ഒരു നഴ്സ് ഓടി എന്ന് പറയുന്നു, നിങ്ങൾ ആരാണ്? നാരായണി അമ്മ എന്നാണ് ആ മുത്തശ്ശിയുടെ പേര്. നാരായണി അമ്മയുടെ ആൾക്കാരാരാണ്? ആംബുലൻസ് റെഡിയാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ. സിത്താര അത് കേട്ട് ബോധം കെട്ട് വീണു. അപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ആ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന അയാളുടെ അമ്മ അവളെ താങ്ങി ഒരു കസേരയിൽ ഇരുത്തി. പിന്നെ അവർ എല്ലാവരും മരണ വീട്ടിൽ വന്നു പോയി. അവൾ ഒറ്റയ്ക്കായിരുന്നവൾ അങ്ങനെ ഒരു ദിവസം, ഞാൻ പെട്ടെന്ന് തീർക്കുകയാണേ, കുഴപ്പമില്ലല്ലോ, അത് പെട്ടെന്ന് പതുക്കെ വേണമെങ്കിലും തീർക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു കർക്കിടക മാസം, ഒരു ജൂലൈ മാസം തോരാത്ത മഴ. അങ്ങനെ അവൾ ഇരുന്ന് ആലോചിക്കുകയാണ്. എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്ക് ആണല്ലോ. അവൾ അവളുടെ ഭൂതകാലം ഓർമ്മിക്കുകയാണ്, പഴവറക്കുകയാണ്. എത്ര സ്നേഹിച്ചിരുന്നതാണ് വിനോദിനെ. ചൊവ്വാദോഷത്തിന്റെ പേരിൽ കളഞ്ഞിട്ട് പോയി. 6 വർഷം കടന്നിട്ട് വിവാഹിതനായോ, എവിടെയാണിപ്പോൾ ഒന്നും അറിയില്ല. യാതൊരു വിവരവും ഇല്ലാഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഓർമ്മകളിൽ എത്താറുണ്ട് സുരേഷിന്റെ അമ്മയോട് ആ കഥയെല്ലാം അവൾ ഒരിക്കൽ പറഞ്ഞതാണ്. പിന്നെ പെട്ടെന്നാണ് അവൾ ആരോ കടന്നു വരുന്നത് കണ്ടു. നോക്കിയപ്പോ അഫ്രീന അവളുടെ കൂട്ടുകാരി. അപ്പോൾ പറഞ്ഞു, സുരേഷിനെയും നിന്നെയും ചേർത്ത് കെട്ടുകഥകൾ ഉണ്ടാക്കുന്നു സിത്താര, നീ ഒന്ന് സൂക്ഷിക്കണേ.
എന്റെ അമ്മാവനെയും അറിയിച്ചു കഴിഞ്ഞു എന്ന്. സിത്താരയ്ക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അതൊക്കെ താങ്ങാനാവാത്തതായിരുന്നു. അപ്പോഴാണ് കുറച്ചു കഴിഞ്ഞ് സിത്താരയുടെ സുരേഷിന്റെ അമ്മ കടന്നു വരുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞ് സിത്താരയുടെ മുറ്റത്തൊരു കാറ് വന്നു. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവളുടെ എല്ലാമായ വിനോദായിരുന്നു കാറിൽ നിന്നിറങ്ങിയത്, സുരേഷിന്റെ കാർ. സുരേഷ് പറയുന്നു, ഞാനിതാ കയ്യോടെ നിന്റെ വിനോദിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വിനോദ് ചോദിച്ചു, എനിക്ക് അകത്തോട്ട് വരാമോ? വിനോദ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സിത്താരയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു സ്വപ്നം കാണുകയാണോ എന്നവൾ അല്പസമയം എല്ലാം മറന്നു നിന്ന നിമിഷം. വിനോദിനെ ഞാൻ കയ്യോടെ തൂക്കിയെടുത്തിങ്ങ് കൊണ്ടുവന്നു. എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ എന്റെ അമ്മയ്ക്ക് മകളായ സിത്താരെ നിനക്കൊരു സമ്മാനമായി. സുരേഷേട്ട, ഒരുപാട് നന്ദി. സിത്താര അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ സുരേഷിന്റെ അമ്മ വിനോദിനെ നോക്കി പറഞ്ഞു, പാവം കൊച്ചാ മോനെ, അതിനെ ഇനി വേദനിപ്പിക്കല്ലേ. അഫ്രീന വാക്കുകൾ നഷ്ടപ്പെട്ടു നിന്നപ്പോൾ സുരേഷിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ വന്നടിച്ചു. കൂടപ്പിറക്കാതെ പോയ കൂടപ്പിറപ്പെ, കർണികാരം പൂക്കുന്ന ഈ വഴിയിലൂടെ നിന്നെ ഞാൻ കൈപിടിച്ചു നടത്തട്ടെ. അഫ്രീന മടക്കിയ കുടയുമായി മഴച്ചാറ്റലില്ലാത്ത മുറ്റത്തേക്ക് ഇറങ്ങി തലയുയർത്തി നടന്നു. വല്ലാത്തൊരു സംതൃപ്തി ആ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ഒരു സമൂഹത്തിന്റെ തോൽവി ഋതുമാറി പൂക്കൾ വിടർത്തിയ കർണികാരങ്ങൾ സംതൃപ്തിയോടെ വിളിച്ചു പറഞ്ഞു. പല മുത്തുകൾ കോർത്തിണക്കിയ മാലയാണ് ഓരോ ജീവിതം. അതിൽ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ആൾക്കാരുണ്ടാകും. അത് നാം തിരിച്ചറിയുക. സ്നേഹം പരക്കട്ടെ, പരന്നൊഴുകട്ടെ, പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, നേരുന്നു ശുഭദിനം. വെരി ഗുഡ്. പിടികിട്ടി. ഒരു സംഭവം വിട്ടുപോയി. പിന്നെ സുരേഷ് ആണെങ്കിൽ ഒരു ഗൾഫ് റിട്ടേൺ ആണ്. സുരേഷിന്റെ ഭാര്യ 5 വർഷത്തേക്ക് മുമ്പേ പിണങ്ങിപ്പോയി. 3 വർഷത്തിന് മുമ്പേ ഗൾഫുകാരന്റെ ഭാര്യ. അതെന്താന്ന് വെച്ചാല് പിന്നെ സുരേഷ് ഗൾഫിൽ നിന്ന് വന്ന് തിരിച്ചു പോയില്ല. അതായിരുന്നു പ്രശ്നം. അമ്മയ്ക്ക് അസുഖമായി, അമ്മ അറ്റാക്ക് വന്ന് പോയി, അമ്മയെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പിന്നെ റിട്ടേൺ ആയില്ല. അത് കാരണം സുരേഷിന്റെ ഭാര്യ 5 വയസ്സായ മകളെയും കളഞ്ഞു പോയി. അത് ഞാൻ ഇപ്പൊ ഇതിൽ വിട്ടു ചേർത്ത്. താങ്ക് യു സാർ. എനിക്ക് പറയാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ ശ്രീകുമാരി സാർ ടീച്ചർ തന്നെ എഴുതിയ കഥയല്ലേ ഇത്? അല്ല, ഇത് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് ഞാൻ എഴുതിയ കഥകളുണ്ട്, അത് ഞാൻ ഇനി അവതരിപ്പിക്കാം. പക്ഷെ അതെല്ലാം കുട്ടി കഥകളാണ്, കൊച്ചു കഥകൾ. ഒരു ചെറിയ കഥ റെഡിയാക്കി വെച്ചോളൂ. ഇപ്പൊ തന്നെ നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ എന്റെ അഭിപ്രായം പറയാം. പറയൂ സാർ. ആദ്യം തന്നെ ടീച്ചറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വളരെ നല്ല ഒരു കഥ എന്നുള്ള നിലയിൽ അതിന് ഒരു നന്മയുണ്ട്. അതിൽ തന്നെ ഒരു കുടുംബത്തിന്റെ കഥയുണ്ട്, ഒരു സമൂഹത്തിന്റെ കഥയും ഉൾച്ചേർന്ന് നിൽക്കുന്നതാണ് ഈ അവതരണം എന്നുള്ള നിലയിലാണ് ഞാൻ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത്. വാസ്തവത്തില് ഇതൊരു സിനിമയ്ക്കുള്ള കഥയുണ്ട്. ഇല്ലെങ്കിൽ ഖണ്ഡികകൾ അല്ലെങ്കിൽ ചാപ്റ്ററുകൾ തിരിച്ചാൽ ഒരു നോവലിനുള്ള കഥയും ഇതിൻ്റെ അകത്തുണ്ട്. കാരണം പല കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചെറുകഥക്കകത്തേക്ക് അതിനെ ഒന്ന് അമർത്തിയെടുക്കാൻ നോക്കിയാൽ വളരെ ക്ലിഷ്ടമാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മാത്രവുമല്ല, അതുകൊണ്ട് ഈ കഥ ഇത്രയും നല്ല വൈഡായിട്ടുള്ള ഒരു കഥയെ ഈ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ നടത്തിയ ആ ശ്രമത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ തന്നെ പലരും പറഞ്ഞതുപോലെ നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് അത് സാധിച്ചിട്ടുണ്ട്. എൻ്റെ അവതരണ ശൈലിയും സാധിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒരു ചെറുകഥയിൽ വാസ്തവത്തിൽ ഇത്രയധികം സംഭവങ്ങളെല്ലാം കൂടി ഉൾച്ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നതും. ഒരുപക്ഷെ ചെറുകഥയെക്കുറിച്ച് ചില പണ്ഡിതന്മാരൊക്കെ അത്തരത്തിൽ പറയുന്ന ആളുകൾ പറയുന്നതും. ചെറുകഥ അതിനൊരു നിശ്ചിത വാക്കുകളും വാക്യങ്ങളുടെയൊക്കെ എണ്ണമൊക്കെ ചില ആളുകൾ പറയും. ഇങ്ങനെയൊക്കെ തത്വങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അത്രയും വാക്കുകൾക്കുള്ളിൽ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞു വെക്കുന്നതാണ്, ഒരു സന്ദേശം അനുവാചകർക്ക് പകരുന്നതാണ് ചെറുകഥ. അതാണ് അതിന്റെ പേര് തന്നെ, ചെറുകഥ എന്നുള്ള നിലയിലേക്ക് പറയപ്പെടുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരുപാട് തരം കാര്യങ്ങളുണ്ട്. ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഒരു കഥയാക്കി മാറ്റാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്രയ്ക്കും സങ്കീർണമാകുമ്പോൾ ഒരു ചെറുകഥയെ ആളുകൾക്ക് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് മുഴുവനായിട്ട് ക്യാച്ച് ചെയ്ത് അതിലേതിനാണ് എംഫസൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അതേസമയം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫ്രെയിമുകൾ മാറി മറിയുന്നു. പാട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റണ്ട് വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വേറെ പല കാര്യങ്ങൾ വരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാം. അത് അതിന്റെ ശബ്ദം കൊണ്ടും പിന്നെ കളർ കൊണ്ടും അഭിനയം കൊണ്ടും സ്ഥലങ്ങൾ പലത് കാണിക്കുന്നത് കൊണ്ടും നമുക്ക് ഇത്രയും സംഗതികളൊക്കെ ആ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. ഒരു നോവലിൽ ഉൾപ്പെടുത്താം. അതിങ്ങനെ നീണ്ട കഥയായിട്ട് അങ്ങനെ പോവുകയാണല്ലോ. പക്ഷെ ഒരു ചെറുകഥയിൽ അത് വളരെ ഷോർട്ടായിട്ട് പിന്നെ ഒരു പ്രധാന സന്ദേശത്തിലേക്ക് ഊന്നി നിന്നുകൊണ്ട് പോകേണ്ടതായിരിക്കും കൂടുതൽ മികവാർന്നത് എനിക്കും തോന്നുന്നു. അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. നമ്മള് പിന്നെ പല എഴുത്തുകാരുടെയും ഒക്കെ കഥകൾ വായിച്ചു നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ചൊവ്വാദോഷത്തെയും അല്ലെങ്കിൽ പ്രേമിച്ച് ആ തരത്തിലുള്ള ആളുകൾ പ്രേമം ഫെയിലിയർ ആകുന്നതിൻ്റെയും അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തൻ്റെ ഗൾഫുകാരൻ്റെ സുരേഷിന്റെ കുടുംബത്തെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. അസൂയാലുവായ വേറൊരു സ്ത്രീയെ കുറിച്ച് ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാൽ പിന്നെ കുത്തി നിറച്ചിരിക്കുന്ന ഒരു കഥയാണ് ഇത്. അത് കുഴപ്പമൊന്നാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കുഴപ്പമല്ല. പക്ഷേ എങ്കിലും ഒരു ചെറുകഥയ്ക്ക് ഒരു ചെറിയ ആ ഫ്രെയിമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ കഥ നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടിച്ചേർത്ത് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. എന്തായാലും ശ്രീകുമാരി മാം ഈ ഉദ്യമം വിജയിച്ചിട്ടുണ്ട്, അത് സഫലമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. സ്വന്തമായിട്ട് എഴുതിയെന്ന് പറഞ്ഞ ആ ചെറു കഥകൾ തന്നെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് കൂടുതൽ മുഖമാർന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ശ്രീകുമാരി മാം സ്വന്തം കഥ ചെറുതാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയല്ല. ചെറിയ കഥയാണ് ചെറുകഥ. ആ ചെറുകഥ തന്നെ അവതരിപ്പിക്കാനായിട്ട് അത് കേൾക്കാനായിട്ട് ഞങ്ങൾ കാതുകൾ കൂർപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നന്നായിരുന്നു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ എനിക്കിതിന് പറഞ്ഞ് അവസാനിപ്പിക്കാനും ഉള്ളത്. എല്ലാവിധ ആശംസകളും നന്ദിയും. താങ്ക് യു. ഓക്കെ, ഇനി ശ്രീകുമാരി മാമിന് ഈ കഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നും കൂടെ പറയാം. മാമിന് എന്താണ്? എനിക്ക് ഈ കഥ നല്ല കഥയാണെന്ന് തോന്നി. പിന്നെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതെല്ലാം എടുത്തു കാണിക്കുന്നത് നല്ലതാണ്. ഇന്നും പിന്നെ ഈ ചൊവ്വാദോഷമൊക്കെ എല്ലാവർക്കും വിശ്വാസമുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി ആൾക്കാർ ജാതകമൊക്കെ മാറ്റി എഴുതുകയും പിന്നെ പല സംഭവങ്ങൾ എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. ഒളിച്ചു വെച്ചിരിക്കും അവര്. ചിലർ ജാതകം നോക്കുമ്പോൾ ആദ്യത്തെ കല്യാണം ഫെയിലിയർ ആകുമെന്ന് പറഞ്ഞ് അവരത് വേറെ ജാതകമൊക്കെ ഉണ്ടാക്കുന്ന കഥ വരെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനുഭവം അറിയാമെന്നുള്ള കഥയാണ് നമ്മുടെ വീടിൻ്റെ ഉണ്ടാക്കാം.
അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. ഉണ്ടോ എന്തോ. പിന്നെ ചില 30 വയസ്സൊക്കെ കഴിയുമ്പോ പിന്നെ ജാതകത്തിലൊന്നും അങ്ങനെ നോക്കണ്ടെന്ന് പറയുന്നു. ഇവിടെ പ്രേമിച്ചിട്ട് പോലും അന്ധവിശ്വാസം വന്ന് തള്ളിയിട്ട് പോയി, പിന്നെ തിരിച്ചു വന്നു. ഫെയിലുവർ ആയില്ല, സക്സസ് ആവും അവസാനം. ഒരു നല്ല കഥ തന്നെയാണ്. പിന്നെ പൊങ്ങച്ചക്കാരിയുടെ കഥ, അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അവര് മാനേജ് സെക്രട്ടറിയുടെ ഭാര്യയാണ്. ഇതൊക്കെ ഉള്ളത് തന്നെ നടയിൽ. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കോർത്തിണക്കി കഥാരൂപത്തിലാക്കി എഴുതി മനോഹരമായ രീതിയിൽ സിമ്പിളായിട്ടാണ് കഥ എഴുതിയിരിക്കുന്നത്. മനസ്സിലാകും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും, പ്രയാസമില്ല. 2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം അതിൽ നിന്നും എടുക്കാൻ സാധിക്കും. സിമ്പിളായ കഥ, നല്ല രസകരമായി. അതുകൊണ്ടാണ് ആ പേര് നല്ല കർണികാരം പൂത്ത വഴി എന്നുള്ള ആ പേര് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അതിലൊരു പുതുമയുണ്ട്. നല്ല മനോഹരമായ പേര്. പിന്നെ നമുക്കതിന്റെ അതുമായി ടച്ച് ചെയ്ത ഒരു കഥ, ഞാനും സൗഹൃദത്തിന്റെ ഒരു കഥ കൂടെ ചേർത്ത്, അങ്ങനെ എനിക്ക് കിട്ടി. അതുകൂടെ ഞാൻ ചേർത്തപ്പോ മനോഹരമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാട്ടും ചേർത്തു എല്ലാം. പിന്നെ പേടിയുണ്ടായിരുന്നു, എന്ത് അഭിപ്രായം മറ്റുള്ളവർ പറയൂ, സക്സസ് ആവൂ. ഇപ്പൊ എനിക്ക് സന്തോഷമായി. തീർച്ചയായും സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാം അല്ലെ. എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. കരുതുന്നവര്, ഒറ്റയ്ക്കാകുമ്പോൾ കരുതുന്നവര്, ഒരു നിമിഷത്തിന്റെ കസേരയ്ക്ക് വേണ്ടി ബലം പിടിക്കുന്നവര്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെ ഒരുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ മനോഹരമായ ഒരു കഥ തന്നെയാണ് അത്. ശ്രീമാരിമ്മ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പൊ വീണ്ടും ഇതുപോലുള്ള കഥകളൊക്കെ ആയിട്ട് കടന്നു വരിക. സ്വല്പം നീളമുള്ള ഒരു 10-30 മിനിറ്റ് നമുക്കത് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. കൂടുതൽ സമയം എടുത്താ സാറേ? ഇല്ല, കറക്റ്റ് ആയി. സാറിനോട് 25 ഞാൻ പറഞ്ഞെങ്കിലും കറക്റ്റ് അത്ര എടുത്തുള്ളൂ. അപ്പൊ അത് വളരെ മനോഹരമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാം. അടുത്ത സ്നേഹലത മാമിന്റെ കഥ റെഡിയായോ? സ്നേഹലത മാം കേൾക്കുന്നുണ്ടോ? സ്നേഹലത മാം സ്വന്തമായി കഥയൊക്കെ എഴുതുന്ന ആളാണെന്നാ പറഞ്ഞേ. ഓക്കെ, ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. സോ ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ സ്നേഹലത മാം പറയും, കഥ റെഡിയായോ? അടുത്ത ആഴ്ച പറയാറായോ? അടുത്ത ആഴ്ച പറയാം. അപ്പം നമുക്കൊരു കുറച്ച് ഒരു അരമണിക്കൂർ സമയത്തിന്റെ രീതിയിൽ 2-3 കണക്ട് ചെയ്ത് വേണം, കുഴപ്പമില്ല കേട്ടോ. 2-3 കഥയായിട്ട് പറയാൻ പറ്റുമോ സാറേ? അല്ല, ഞാൻ പറഞ്ഞ എങ്ങനെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ ബുദ്ധിമുട്ടാണ്. കൊച്ചു കുട്ടിക്കഥകള് 2-3 തീരെ കുട്ടികഥകൾ വേണം, നമുക്ക് ഇച്ചിരി അർത്ഥപൂർണ്ണമായി. ഇപ്പൊ മാം പറഞ്ഞ പോലത്തെ കഥകളാണ് നല്ലത്. തീരെ ചെറുതാണ്, ചെറിയ കഥ തന്നെ. ഇതിൽ പിന്നെ മറ്റേ കഥയും കൂടെ ചേർത്തത് കൊണ്ടാണ് ഇത് വലുതായി തോന്നുന്നത്. ഇതുപോലത്തെ കഥ മതി. ഇതിന് നല്ല അർത്ഥമുണ്ട്. ഇതിനകത്ത് നമുക്കൊരു പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള കഥകള് മറ്റുള്ള സദസ്സുകളിൽ പറയാൻ വേണ്ടി. ഇപ്പം ശ്രീമാരി മാം അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇനി അതിനെ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ സ്വല്പം കൂടെ വൈകാരിക തലങ്ങൾ ഉൾപ്പെടുത്തി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ജോഷ് സാറൊക്കെ പറയുന്ന പോലെ, എനിക്ക് മാമിന് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കും. വീട്ടിൽ കേൾക്കുമ്പോൾ സ്പീഡ് ഇച്ചിരി കൂടിപ്പോയി. അപ്പൊ സ്പീഡ് കുറച്ചിട്ട് അവിടെ ഇച്ചിരിയുടെ താളമൊക്കെ ജോഷ് സാർ കൃത്യമായിട്ട്, ജോഷ് സാറിന് ഞാൻ നമ്പർ തരാം, ജോഷ് സാറിന് അത് അറിയാം. അതുപോലെ വേറെ പറയല്ല, പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ട് കഴിയുമ്പോഴാണ് വെച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് പിന്നെ കേൾക്കുന്നത്. നമ്മൾ തന്നെ നോക്കുമ്പോൾ പറ്റൂലല്ലോ, മറ്റൊരാളിനെ. അപ്പൊ സ്വല്പം സ്പീഡ് സ്വല്പം കൂടി പോയി, പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കഥയിൽ കുറച്ചും കൂടെ ഇമേഴ്സ്ഡ് ആകാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒന്നും കൂടെ വീഡിയോ ഒന്നുകൂടെ കഴിയും. അടുത്ത കഥ വരുമ്പോൾ ഇതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ നമ്മളെല്ലാവരും, ജോഷ് സാർ ഒന്നും കഥ പറയുന്ന ആളല്ലായിരുന്നു, ഇവിടെ വന്ന് വന്നോളൂ. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം കഥ പറയാൻ, ഈ കഥകൾ കേട്ട് സ്വന്തമായി കഥ പറയാനോ അല്ലെ ഈ കഥകൾ തന്നെ പുനർസൃഷ്ടിക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ കയ്യിൽ അങ്ങനെയുള്ള ചേഞ്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരുടെ, ഇപ്പൊ ഒരു ട്രെയിനർ എന്നൊക്കെ നിലയിൽ ഒത്തിരി കഥകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 5 മിനിറ്റ് 10 മിനിറ്റും ഒക്കെ ഈ കഥകളുടെ ഏടുകൾ എടുത്ത് പറയാനൊക്കെ നമുക്ക് ഗുണം കിട്ടും. അതാണ് നമ്മൾ ഒരു സ്റ്റോറി തെറാപ്പി എന്ന്
ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തന്നെ ഒത്തിരി കറക്റ്റ് ആവും. എങ്ങനെ അതിനെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യിക്കണമെന്നൊക്കെ നമ്മൾ അതിന്റെ വൈകാരിക നമ്മൾ എത്രയൊക്കെ ഒറ്റയ്ക്ക് ചെയ്താലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം, എന്നാലേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്. അപ്പോഴാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ പ്ലാറ്റ്ഫോം അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി വലിയ കഥക്കാരൊന്നുമല്ല, പക്ഷെ കഥ പറയുന്നവരും സ്വന്തമായിട്ട് എഴുതിയ കഥകൾ. മോഹൻദാസ് സാറൊക്കെ സ്വന്തമായി എഴുതിയ കഥകൾ എഴുതുന്നതിനേക്കാളും മനോഹരമായിട്ട് എഴുതിയ കഥകൾ പറയാൻ പറ്റും. അപ്പൊ അതിന് വേദി വേണ്ടേ? അങ്ങനെ ഒരു വേദിയാണ് ഇത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ താങ്ക് യു സാർ. സാർ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു. എല്ലാവർക്കും അവസരമുണ്ട്. തീർച്ചയായിട്ടും കഥകൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുക. നമുക്ക് ഓരോ ദിവസം നമുക്ക് അതിന് വേണ്ടി അലോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. താങ്ക് യു സാർ. താങ്ക് യു. സി യു.